ഇറാനിൽ ഇന്റേൺഷിപ്പിന് പോയ യുവാവ് വീട്ടിലേക്ക് തിരികെ വിളിച്ചതോടെ മാതാപിതാക്കൾക്ക് ആശ്വാസമായി. ചൊവ്വാഴ്ച വൈകിട്ടാണ് ആലടി ആഞ്ഞിലിമൂട്ടിൽ സജിന്റെ മകൻ ജെറിൻ ജോസഫ് വീട്ടിലേക്ക് ഫോൺ വിളിച്ചത്. തങ്ങൾ കപ്പലിൽ സുരക്ഷിതരാണ്, ഇറാനിലെ ബുഷാർ എന്ന സ്ഥലത്താണ് തങ്ങളുള്ളതെന്നാണ് ജെറിൻ മാതാപിതാക്കളോട് പറഞ്ഞത്. മർച്ചന്റ് നേവി കോഴ്സ് കഴിഞ്ഞ് 2025 ജൂലൈ 28 ജെറിൻ ഇന്റേൺഷിപ്പിനായി ഇറാനിലേക്ക് പോയത്. അന്നു മുതൽ മിക്കവാറും ദിവസങ്ങളിൽ വീട്ടിലേക്ക് വിളിച്ചിരുന്നു. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക യുദ്ധം തുടങ്ങിയതോടെ ജെറിന് വീട്ടുകാരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. ഫെബ്രുവരി 27 രാവിലെ 11:13 അവസാനമായി ജെറിന്റെ സന്ദേശം വീട്ടുകാർക്ക് കിട്ടിയത്. യുദ്ധം പ്രശ്നമാണെന്നും പിറ്റേന്ന് വിളിക്കാം എന്നുമായിരുന്നു സന്ദേശം. എന്നാൽ പിന്നീട് വിളിക്കുകയോ സന്ദേശം അയക്കുകയോ ചെയ്തില്ല. അങ്ങോട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അതിനും കഴിഞ്ഞില്ല. ഇതോടെ വീട്ടുകാർ ആശങ്കയിലായി. ഇന്റേൺഷിപ്പിനയച്ച ചെന്നൈ രുദ്രാക്ഷ മർച്ചന്റ് നേവി ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ടു. അവർ സുരക്ഷിതരാണ് എന്ന മറുപടി മാത്രമാണ് നൽകിയത്. തുടർന്ന് സഹായം അഭ്യർത്ഥിച്ച് അധികൃതർക്ക് സാജൻ പരാതി നൽകി. ജെറിന്റെ വാർത്ത ഇടുക്കി വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. മറ്റു മാധ്യമങ്ങളും വാർത്ത പുറത്തുവിട്ടു. വാർത്ത ജെറിന്റെ ശ്രദ്ധയിലും പെട്ടു. തുടർന്ന് ഇറാനിലുള്ള മറ്റൊരു സുഹൃത്ത് ജെറിനുമായി ബന്ധപ്പെട്ടു. മറ്റൊരു കപ്പലിൽ ജോലി ചെയ്യുന്ന വണ്ടിപ്പെരിയാർ സ്വദേശിയായ സുഹൃത്തിന്റെ ഫോണിൽ ബന്ധപ്പെട്ട് ഇയാളുടെ സഹായത്തോടെ ഗ്രൂപ്പ് കോളിൽ ജെറിൻ ചൊവ്വാഴ്ച രാത്രി വീട്ടുകാരെ വിളിച്ചു. അപ്പോഴാണ് മാതാപിതാക്കൾക്ക് ആശ്വാസമായത്. എൻ്റെ മോൻ ജെറിൻ ഇറാനിൽ ഇന്റേൺഷിപ്പിന് പോയി. യുദ്ധം തുടങ്ങിയ ശേഷം വിവരങ്ങളൊന്നുമില്ലായിരുന്നു. എന്നാൽ 34 ദിവസത്തിന് ശേഷം ഈ കഴിഞ്ഞ ദിവസം എന്നോട് വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തു. അത് സുഖമായിരിക്കുന്നു എന്നാണ് അറിഞ്ഞത്. വളരെ സന്തോഷം. ഇക്കാര്യത്തിൽ എല്ലാ മാധ്യമങ്ങളും അവർ ചെയ്ത എല്ലാ സഹായത്തിനും നന്ദിയുണ്ട്. ഇടമുറിഞ്ഞാണെങ്കിലും 2 മിനിറ്റ് സമയം ജെറിൻ അച്ഛനും അമ്മയുമായി സംസാരിച്ചു. 35-ാം ദിവസം മകനുമായി സംസാരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തിലാണ് ജെറിന്റെ മാതാപിതാക്കൾ. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.